കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതും എന്നാൽ മനുഷ്യജീവൻ നിലനിർത്താൻ നിർണായക പങ്ക് വഹിക്കുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അഥവാ രക്തം അഥവാ ചോര. സോ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാപത്ത് സംഭവിച്ച് രക്തം ആവശ്യമായിട്ട് വന്നാൽ നമ്മളെ പോലുള്ളവർ തന്നെ വേണം കൊടുത്ത് സഹായിക്കാൻ. ഇതുകൊണ്ടൊക്കെ തന്നെ രക്തദാനം മഹാദാനം എന്നും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ദാനമാണ് രക്തദാനം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മൾ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് 3 ആളുകളുടെ ജീവനാണ് പുതുജീവിതം കിട്ടുക. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കുറച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ? സംഭവം തന്നെയാണ്. ICRFും BDK ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററും സംയുക്തമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ ബ്ലഡ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രക്തദാനം ജീവിതവൃതമാക്കിയ ഒരു മനുഷ്യൻ എന്ന് പറയാം. 60-ലധികം തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള സുരേഷ് സാർ വഴിയാണ് ഈ ഒരു രക്തദാന ക്യാമ്പിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതും അവിടെ എത്തിയതും. ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. 55ഓളം ആളുകൾ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനും ഏട്ടനും കൂടിയാണ് പോയതെങ്കിലും ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് കൊടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്റെ സാഹചര്യം അതിന് അനുവദിച്ചില്ല. അപ്പൊ ഏട്ടൻ മാത്രമേ ഇപ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പിന്നെ അതിനുശേഷമുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആള് മെന്റലി ഫിസിക്കലി ഒക്കെ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് കൊടുത്തോളം പറഞ്ഞു. അങ്ങനെ നമ്മൾ ബ്ലഡ് കൊടുത്തു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം ഇത് ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പേടിയെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. അത് മറ്റൊരു ജീവന് ഉപകാരപ്പെടും.